ടൊവിനോ തോമസിനോട് മായാനദി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു മാധ്യമ പ്രതിനിധി ഇങ്ങനെ ചോദിച്ചു, താങ്കൾക്ക് ഈ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ ടൊവിനോ പറഞ്ഞ മറുപടി, താങ്കൾ ഒരു ഡോക്ടറോട് തന്റെ പേഷ്യന്റിന്റെ നഗ്നമായ ശരീരം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കാത്തത് താങ്കളുടെ കണ്ണിൽ അത് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതുവരെ മാത്രമേ ഓക്കെ ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ പ്രൊഫഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ സമീപിക്കുന്നത്. ഒരാൾക്ക് അത് കാണുമ്പോൾ അശ്ലീലമായി തോന്നുന്നത് അത് അവരുടെ കാഴ്ച പരിമിതി കൊണ്ടല്ലേ? കാഴ്ചയുടെ അത്തരം പരിമിതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും വലിയ പരിമിതി അതിന് സ്വന്തമായ ഒരു വിവേചന ബുദ്ധി ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മനസ്സ് പറയുന്നതാണ് നമ്മുടെ കണ്ണുകൾ കാണുന്നത്. ബാംഗ്ലൂരിലെ ഒരു തിരക്കുള്ള റോഡിന്റെ നടപ്പാതയിലൂടെ രണ്ട് സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. അതിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, വൈറ്റ് കളറാണ് വാഹനങ്ങൾക്ക് കൂടുതൽ ചേരുന്നത്. അങ്ങനെ വൈറ്റ് കളറിന്റെ മഹത്വങ്ങളെ പറ്റിയും പ്രത്യേകതകളെ പറ്റിയും ഒക്കെ അയാൾ വാചാലനായിക്കൊണ്ടേയിരുന്നു. ഇത് കേട്ടുകൊണ്ട് നടന്ന സുഹൃത്തിന് പിന്നെ കാണുന്നതെല്ലാം ആ റോഡിൽ വൈറ്റ് കളറിലുള്ള വാഹനങ്ങൾ മാത്രമായി. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ടതല്ലേ. മാജിക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ ഇത്തരം ബോധ്യങ്ങളെ അത് പൊളിച്ചു കളയുന്നു എന്നുള്ളതാണ്. മാജിക്കിന്റെ മലയാള പദം, മാജിക് ഷോ പറ്റി മലയാളത്തിൽ പറയുന്നത് കൺകെട്ട് എന്നാണ്. ആ വാക്കാണ് അതിന് കൂടുതൽ യോജിക്കുന്നത്, ചേരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ രണ്ട് കണ്ണും തുറന്നു വെച്ച് കണ്ടിരുന്ന ആ കാഴ്ചയല്ല ശരിക്കും അവിടെ നടന്നത് എന്ന് ഒരു മാജിക് ഷോ കണ്ടിട്ടുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഈ ശ്ലീലവും അശ്ലീലവും ഒക്കെ കാണുന്നവരുടെ മനസ്സിനുള്ളിലാണ്. ഒരാൾ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ തന്റെ കൈവശമുണ്ടായിരുന്ന പുസ്തകത്തിലെ ഒരു രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം, യൂറോപ്പിലെങ്ങും കടുത്ത അരക്ഷിതാവസ്ഥ, എങ്ങും പട്ടിണി, ആർക്കും ജോലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മ തന്റെ പിഞ്ചു കുഞ്ഞിനെ വീട്ടിലാക്കി, തന്റെ കൈക്കുഞ്ഞിനെ വീട്ടിലാക്കി ജോലി അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അടുത്ത ഗ്രാമത്തിലെത്തി. അവിടെ അവൾക്ക് ഫാക്ടറിയിൽ ഒരു ജോലി കിട്ടുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ആ ഫാക്ടറിക്കുള്ളിൽ തന്നെ 3 ദിവസം അവൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. 4-ാം നാൾ അവൾ പുറത്തിറങ്ങി തന്റെ ഗ്രാമത്തിലേക്കുള്ള ട്രെയിൻ കിട്ടുമോ എന്നറിയാൻ അവൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾ കാണുന്ന കാഴ്ച വിശന്ന് നിലത്ത് കുഴഞ്ഞു വീണിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അവൾക്ക് അയാളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ സഹായിക്കും? അപ്പോഴാണ് അവൾ ആലോചിച്ചത്, 3 ദിവസമായി കുഞ്ഞിന് പാൽ കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ മുലപ്പാൽ കെട്ടിനിന്ന് മാറിടങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുമുണ്ട്. അവൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ആ കുഴഞ്ഞു വീണിരിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ആ മുലപ്പാൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. മതി, നിർത്ത്, ഇത്തരം അശ്ലീല കഥകളൊന്നും ഇവിടെ വേണ്ട. ആ സൗഹൃദ കൂട്ടായ്മയിലെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഈ കഥ വായിച്ചു കൊണ്ടിരുന്ന, കഥ വിവരിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തിയെ തടസ്സപ്പെടുത്തി. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞ കഥയിൽ എവിടെയാണ് അശ്ലീലം? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു അന്യപുരുഷന്റെ മുന്നിൽ മാറിടങ്ങൾ കാണിക്കുന്നത് അശ്ലീലം അല്ലാതെ പിന്നെ എന്താണ്? ചില മനുഷ്യർ അങ്ങനെയാണ്, എന്തിലും അശ്ലീലം മാത്രമേ കാണുകയുള്ളൂ. ഒരു സ്ത്രീയുടെ മാറിടങ്ങൾ എങ്ങനെയാണ് അശ്ലീലമായി മാറുന്നത്? അവിടെ നടന്ന ആക്ട് ഓഫ് കൈൻഡ്നസ് അയാൾ ശ്രദ്ധിച്ചതേയില്ല. ചിലർ അങ്ങനെയാണ്, അവർ കാണുന്നത്, ശ്രദ്ധിക്കുന്നത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഒരുപാട് കേട്ടിട്ടുള്ള കഥയായിരിക്കും, എന്നാലും ഒന്ന് പറയാമെന്ന് കരുതുന്നു. ഒരു ബുദ്ധ സന്യാസി തന്റെ ശിഷ്യനുമൊത്ത് പുഴ മുറിച്ചു കടക്കാനായി എത്തുന്നു. അവിടെ ഒരു പെൺകുട്ടി സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് ഗുരു അവളെ തോളിലെടുത്ത് പുഴ മുറിച്ചു കടക്കുന്നു. അക്കരെ എത്തിയ ഗുരു ആ പെൺകുട്ടിയെ അവിടെ ഇറക്കി വിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നു. അടുത്ത ഗ്രാമത്തിലെത്തിയ ഗുരു അവിടെ ഭക്ഷണം കഴിക്കുവാനായി ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്റെ മുഖം ശ്രദ്ധിച്ചു. വളരെ അസ്വസ്ഥമായിരിക്കുന്നത് കണ്ട് ഗുരു ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു ചെയ്തത് ശരിയോ? ആ പെൺകുട്ടിയെ എടുത്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാകുന്നത്? അപ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയെ ഒരിക്കൽ മാത്രമാണ് എടുത്തത്, നീ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്തത് അവളെ സഹായിക്കുവാനായിരുന്നു. ആദാമിന്റെ വാരിയലിലെടുത്താണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന മതങ്ങളിലുള്ളവർ ഈ കാരണം കൊണ്ട് തന്നെയാണ് ആൺമേൽക്കൊയ്മയെ ന്യായീകരിക്കുന്നത്. സ്ത്രീകൾ എപ്പോഴും പുരുഷനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടവർ ആണ് എന്ന് ദൈവം പോലും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിലും വായിക്കാൻ കഴിയും. സൂഫി കവികൾ എങ്ങനെയാണ് ഈ ഭാഗത്തെ അവതരിപ്പിക്കുന്നത്, വായിക്കുന്നത് എന്നറിയാമോ? ജീവനില്ലാത്ത മണ്ണിൽ നിന്ന് ആണിനെ സൃഷ്ടിച്ചു, ജീവനുള്ള ആണിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിയിൽ ദൈവം പ്രാധാന്യം കൊടുത്തത് പെണ്ണിനെ സൃഷ്ടിക്കുന്നതിനല്ലേ എന്നവർ ചോദിക്കുന്നു. നോക്കൂ, ഒരേ കാര്യം തന്നെ
വേറൊരു വേർഷനിലും നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഒരു സംഭവം തന്നെ അതിൽ തന്നെ പല രീതിയിൽ, പല വായനകൾ, പല കാഴ്ചകൾ പോസിബിൾ ആണ്. യേശുവിന്റെ അന്ത്യത്താഴം എന്ന ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത് എന്ന് ഞാൻ ഉൾപ്പെട്ട ഒരു ഡിസ്കഷനിൽ ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: വിഭവസമൃദ്ധമായ ഒരു തീന്മേശയിൽ ഒട്ടും സന്തോഷമില്ലാതെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. യേശുവിന് ഇത് അവസാനത്തെ അത്താഴം. എന്നാൽ എന്ന് അവസാനിക്കുമെന്നറിയാതെ അങ്ങനെ എത്രയെത്ര അത്തരം അത്താഴങ്ങൾ ഭൂമിയിൽ മനുഷ്യർക്ക് ഇനിയും ബാക്കി. ഞാൻ അങ്ങനെ എഴുതിയത് ഒരു വീടിനുള്ളിൽ ഒട്ടും സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്നവരെ കുറിച്ചാണ്, ഭക്ഷണം കഴിക്കുന്നവരെ കുറിച്ചാണ്, അത്തരം മനുഷ്യരെ കുറിച്ചാണ് ഞാൻ അപ്പോൾ ആലോചിച്ചത്. പൂമരം എന്ന സിനിമയിൽ ലോർഡ് ബൈറൻ എഴുതിയ ഒരു ഒറ്റവരി കവിതയെ കുറിച്ച് പറയുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ യേശുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ലോർഡ് ബൈറൻ ഇങ്ങനെ എഴുതി: ദി വാട്ടർ മെറ്റ് ഇറ്റ്സ് മാസ്റ്റർ ആൻഡ് ബ്ലഷ്ഡ്. വെള്ളം അതിന്റെ നാഥനെ കണ്ട് നാണിച്ചു ചുവന്നു. എത്ര മനോഹരമായ ഒരു നറേഷൻ. ജീവിതം ഭയങ്കര വിരസമാണെന്ന് കരുതുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് അങ്ങനെ കരുതുന്നത്? വിരസം എന്നെഴുതി അവഗണിച്ച ആ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അടരുകളും ഭാവങ്ങളും മറഞ്ഞിരിപ്പുണ്ടാവില്ലേ? ആ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടൂ, കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കയറട്ടെ. മാധവിക്കുട്ടി എന്ന കമലാദാസ് എന്ന കമലാസുരയ്ക്ക് അവരുടെ അവസാന നാളുകളിൽ പോലും തെറിക്കത്തുകൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ കഥ എന്ന അവരുടെ പുസ്തകം വായിക്കാത്തവരും അത് മാത്രം വായിച്ചവരും അവരെ തെറി വിളിച്ചുകൊണ്ടേയിരുന്നു. അവർ എഴുതിയത് ലൈംഗികത മാത്രമായിരുന്നില്ല, പക്ഷെ കുറച്ചു മനുഷ്യർ അത് മാത്രമേ കണ്ടുള്ളൂ. 2 men looked out from a prison bar. One saw the stars, the other saw mud. ഡെയിൽ കാർണിഗി എഴുതിയ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: 2 മനുഷ്യർ ജയിലിലെ അഴിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നു. ഒരാൾ നക്ഷത്രങ്ങളെ കാണുന്നു, മറ്റൊരാൾ ചെളി കാണുന്നു. അവിടെ ചെളി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഒരു ശരി ഉണ്ടാവുക? ആ ഒരാൾ ചെളി മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നതല്ലേ ശരി? കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കുട നന്നാക്കാനുണ്ടോ എന്ന കഥ ഞാൻ കേൾക്കുന്നത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ അത് 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കഥയാണ്. ആ കഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കുട നന്നാക്കുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബന്ധുവായ സ്ത്രീ വന്ന് അവരുടെ വിഷമങ്ങളൊക്കെ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പറഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ ചോദിച്ചു: ചേട്ടന് നാളെ എൻ്റെ വീട് വഴി ഒന്ന് വരാൻ കഴിയുമോ? എൻ്റെ ഭർത്താവിനെ ഒന്ന് കാര്യമായി ഉപദേശിക്കേണ്ടതുണ്ട്. അപ്പോൾ അയാൾ അവരോട് ഇങ്ങനെ ചോദിച്ചു: ഞാൻ എന്തിനാണ് നിന്റെ വീട്ടിൽ വരുന്നത്? നീ നാളെ വരുമ്പോൾ അതിങ്ങെടുത്തോണ്ട് വന്നാൽ പോരെ? ആശ്ചര്യപ്പെട്ട് അവർ ചോദിച്ചു: എന്തെടുത്തുകൊണ്ട് വരുന്ന കാര്യമാണ് ചേട്ടൻ പറയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു: കുട എടുത്തുകൊണ്ട് വരുന്ന കാര്യം. കുട നന്നാക്കാനുള്ള കാര്യത്തെ കുറിച്ചല്ലേ നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും പറഞ്ഞ് അയാൾ തന്റെ കുട നന്നാക്കുന്ന ജോലി തുടർന്നു കൊണ്ടേയിരുന്നു. അതങ്ങനെയാണ്. എന്താണോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയുള്ളൂ. വി ക്രിയേറ്റ് അവർ റിയാലിറ്റി. നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.